السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 281 വചനമാണ് ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ അവതരണം ആണ് എന്ന് അഭിപ്രായമുള്ള ആയത്ത് കൂടിയാണ് അത്. നിങ്ങൾ അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന നാളിനെ സൂക്ഷിക്കുക എന്നാണ് ആ ആയത്ത് ആമുഖമായിട്ട് പറയുന്നത്. ഒത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു ചൊല്ലുമെന്നതിനെ കുറിച്ച് സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
സുമ്മ തവഫൗന കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. പിന്നീട് ഓരോരുത്തർക്കും തങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുന്നതാണ്. അവർ ഒരിക്കലും അനീതിക്ക് ഇരയാവുകയില്ല. വളരെ ശ്രദ്ധേയമായ, വളരെയധികം ചിന്തനീയമായിട്ടുള്ള ഒരു ആയത്ത് കൂടിയാണ് ഇത്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഒഴിവാക്കി വിടാനുള്ളതല്ല. മനുഷ്യന്റെ ജീവിതം പ്രവർത്തനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കുമുള്ളതാണ്. എന്താണ് പ്രവർത്തനം, എന്താണ് പ്രവർത്തിക്കേണ്ടത്, അതും പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നന്മ ചെയ്യുന്ന ഒരു വ്യക്തി അതൊരു അണുമണി തൂക്കമാണെങ്കിലും അവനത് നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കമാണ് തിന്മയെങ്കിലും ആ തിന്മയും അവിടെ കാണും. അത് വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ. അതിപ്പോ ഒരു ചെറിയ കാര്യല്ലേ, അതൊരു നിസാരമല്ലേ എന്നു നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും സംഗതി രേഖപ്പെടും എന്നുള്ളതാണ്. അതിന്റെ ശിക്ഷയും അതിന്റെ കാര്യങ്ങളും പടച്ചതമ്പുരാനാണ് തീരുമാനിക്കുന്നത്. അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിനെന്തായിരിക്കും, അതൊക്കെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ അത് കാണിക്കും അവിടെ. എന്താണോ നിങ്ങൾ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ ഈ തരത്തിൽ കാണാം. എല്ലാ കാര്യങ്ങളും മനുഷ്യന് അവന്റെ മരണശേഷം പടച്ച തമ്പുരാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇതായിരുന്നു ട്ടോ നിങ്ങളെ ഭൂമിയിൽ നിങ്ങളുടെ പ്രവർത്തനം എന്ന് ബോധ്യപ്പെടുത്തി തരും. എന്നിട്ടാണ് അതിൽ വിചാരണയുടെ കാര്യങ്ങളാവുക. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം, എല്ലാം തരും നമ്മളെടുത്ത്, നോക്കിക്കാളിയൊന്ന് ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് നമ്മൾ തന്നെ സമ്മതിക്കും. അതാണ് ഖുർആൻ പലതവണ ഓർമ്മപ്പെടുത്തുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ മരണം എന്ന് പറയുന്ന സംഗതി അതിന് രക്ഷപ്പെട്ടു പോവാ എന്ന് വിചാരിച്ചിട്ട് എവിടേക്കെങ്കിലും ഒന്ന് ഓടിയിട്ടോ മാറി നിന്നിട്ടൊന്നും കാര്യമില്ല. എവിടെയാണോ നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്ക് നമ്മൾ എത്തും എന്നതാണ്. എത്ര ഉദാഹരണങ്ങളാണ് അങ്ങനെയെന്നറിയോ? ധാരാളം കാണാം. ഓരോരുത്തരുടെയും മരണം എവിടെയാണോ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്ക് അങ്ങോട്ട് എത്തും അല്ലെ? എത്ര ആളുകൾ അവരുടെ പ്രവാസത്തിലുണ്ടായിരുന്ന ആളുകൾ നാട്ടിൽ വന്നിട്ടായിരിക്കും മരിക്കുക. പലപ്പോഴും അവരുടെ മരണം അങ്ങനെയാ. ചില ആളുകൾ ലീവ് കഴിഞ്ഞ് പോയി അവിടെ ചെന്നിട്ടായിരിക്കും മരിക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. എന്നാൽ എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ നേർക്കുനേരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നാണ് ആ പ്രയോഗം. ഭയങ്കര ഗൗരവമുള്ള പ്രയോഗമാണ്. നിങ്ങൾ എവിടെ പോയാലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നിട്ടോ ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അങ്ങനെ ഉറപ്പായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ അകവും പുറവും അറിയുന്ന, നമ്മുടെ അകവും പുറവും അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. പടച്ച തമ്പുരാന്റെ കോടതിയിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിശദമായി വിവരം തരും. വിശദ വിവരം, ഒന്നും വിട്ടുപോവാത്ത, എന്താണ് നിങ്ങൾ ഭൂമി ലോകത്ത് പ്രവർത്തിച്ചത് അത് മുഴുവനും നിങ്ങൾക്ക് അവൻ ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ കാണാം. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. ആസന്നമായ ശിക്ഷയെ സംബന്ധിച്ച് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളിതൊന്നും അറിയാതെ ഇവിടുന്ന് മരിച്ചു പോവല്ല. തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കും, അത് ഉറപ്പാ.
അതുറപ്പാ. അത് മറ്റൊരു ആയത്തിൽ അതിൻ്റെ ഒരു രസകരമായ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രയോഗങ്ങൾ കൊണ്ടൊരായത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുന്ന, എല്ലാ മനുഷ്യരും അതിന്റെ രുചി അറിയും. പിന്നെയോ وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഓരോ ആയത്തുകളും എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കാമ്പ് അതിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ്. ഒരു കാര്യം പറയുമ്പോൾ ആ ആയത്ത് അവസാനിക്കുമ്പോഴേക്ക് അതിന്റെ മുഴുവൻ വിശദമായ വിവരങ്ങൾ നമ്മളങ്ങോട്ട് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്ത് രസാ അത്! ഖുർആന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു സംഗതി. അത് വേറെ ഒരു വായനക്കും ഒരു എഴുത്തിനും അത് കിട്ടിയിട്ടില്ല, ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ഉൾക്കാമ്പ് മുഴുവനും പറഞ്ഞു തീർക്കുന്ന ഒരു പ്രത്യേക ശൈലി അത് ഖുർആന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം എന്താ? അത് അല്ലാഹുവിന്റെ കലാമാണ്. അതാണല്ലോ ഏറ്റവും വലിയത്. ഏറ്റവും വലിയത് അതാണല്ലോ. ഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഖുർആനാണ്, അള്ളാന്റെ കിതാബാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, എല്ലാ മനുഷ്യരും മരണം രുചിക്കുന്നവരാണ്. നിങ്ങളുടെ കർമ്മഫലമെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മാത്രമാണ് പൂർണ്ണമായും നിങ്ങൾക്ക് നൽകുക. അവിടെയും പറയുന്നത് നിങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നമ്മുടെ പ്രവർത്തന ഫലങ്ങൾ. അപ്പൊ പ്രവർത്തിക്കണം എന്നതാണ്. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള എന്താ? പ്രവർത്തിയാണ്. എന്താണ് പ്രവർത്തി? അള്ളാന്റെ മാർഗത്തിൽ, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ എന്താണോ റബ്ബ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഓരോ ഭാഗവും നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും പ്രവർത്തിക്കുക. അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും നല്ല പ്രവർത്തനത്തെ കുറിച്ച് അള്ളാഹ് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്ന ഒരു കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല പ്രവർത്തനം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതൊരു നല്ലൊരു അർത്ഥമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതൊരു പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. എങ്ങനെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നടുവരിട്ടോ, ഇന്ന സമയത്ത് ഉണ്ട് കേട്ടോ എന്ന് പറയാം. അതൊരു പ്രവർത്തന. രേഖപ്പെടും, നിസ്സാര കാര്യമല്ല. അതിലേക്ക് നമ്മൾ പോവുക, അത് പ്രവർത്തന. അവിടെ സഹകരിക്കുക, അവിടെ ഇരിക്കുക, അത് കേൾക്കുക, അതിനനുസരിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയും റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒന്നിൽ ഒരുപാട് കാര്യങ്ങൾ. അതിലേക്ക് ക്ഷണിക്കുക, സംഘടിപ്പിക്കുക, അതിലേക്ക് പോവുക, ശാരീരികമായി സാമ്പത്തികമായി നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തിയൊക്കെ അതിനോട് പരിശ്രമിക്കും. മുഴുവനും പ്രവർത്തനങ്ങൾ അതൊക്കെയും രേഖപ്പെട്ട് ഇങ്ങനെ കാണും, രേഖകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആ ഒരു അറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇത് വരാനുണ്ട് എന്ന്. ഇന്ന അൻദറുനാകും അദാബൻ ഖരീബാ, അസന്നമായ ശിക്ഷയെ സംബന്ധിച്ച് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് തക്കീത് നൽകിയിരിക്കുന്നു. ആ ദിവസം, അത് അന്നത്തെ ദിവസം സത്യനിഷേധികൾ. ആരാ സത്യനിഷേധികൾ? അള്ളാന്റെ മാർഗത്തിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഒന്നും പ്രവർത്തിക്കാത്തവർ, ഒന്നും ചെയ്യാത്തവർ, ഒന്നുമില്ല അവരുടെ അടുത്ത്, അവിടെ നിൽക്കാനും ഒന്നുമില്ല. അവര് പറയും, യാ ലൈതനി കുന്തു തുറാബാ. മണ്ണായിട്ടാണ്ട് അവസാനിച്ചാണ്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ മണ്ണായിട്ടാണ്ട് അവസാനിച്ച് പോണില്ല. ഖബറിലാണെങ്കിലും അവിടെ നിന്ന് അവസാനിക്കുന്നില്ല. മനുഷ്യനെ തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ അവന്റെ കോടതിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്ത് മനുഷ്യൻ പറയേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. വജീഅ യൗമഇദിൻ ബിജഹന്നം. ആ ദിവസം നരകത്തെ അവർ നേർക്കുനേരെ കാണുമ്പോൾ, ആ നരകത്തെ അവർക്ക് നേർക്കുനേരെ കാണിച്ചു കൊടുക്കുമ്പോൾ, ആ ദിവസം യൗമഇദി യതദക്കറുൽ ഇൻസാൻ. ആ സമയത്ത് മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും.
എല്ലാ കാര്യവും ദുനിയാവില് അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യവും അങ്ങനെ ഓർമ്മ വരും. എവിടേക്കാ നഷ്ടപ്പെട്ടത്? സമയം ഉണ്ടായിരുന്നു, അവസരം ഉണ്ടായിരുന്നു, പക്ഷെ എവിടേക്കാ നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട് നേടാൻ സാധിച്ചില്ല എന്ന് നരകത്തെ നേർക്ക് നേരെ അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോ മനുഷ്യന് ഓർമ്മ വരുമെന്ന് അള്ളാഹ് പറയാ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, അപ്പൊ ഓർമ്മ വന്നിട്ട് എന്താ കാര്യം? ഇനി കാര്യമില്ല. അപ്പൊ അവിടെ ഓർമ്മ വന്നിട്ട് അത് പരിഹരിക്കുവാനുള്ള അവസരം കഴിഞ്ഞു. അപ്പൊ ഓർമ്മ വന്നിട്ട് എന്താ കാര്യം? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ ഓരോ സമയങ്ങളും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് നബയിൽ അതിന്റെ 88-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ സബ്ബിഹസ്മ എന്ന് പറയുന്ന സൂറത്തുൽ അഅല എന്ന് പറയുന്ന ആ അധ്യായത്തിൽ പറഞ്ഞു, വജൂഹു യൗമഇദിൻ നാഇമ. ആ ദിവസം ചില മുഖങ്ങൾ പ്രസന്നരായിരിക്കും. എന്താ കാരണം? എന്തുകൊണ്ടാണെന്ന് പറയാം. ആ ദിവസം ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് പ്രസന്നരായിരിക്കും, അവർ വളരെ ആഹ്ലാദത്തിലായിരിക്കും. എന്താ കാരണം? തങ്ങളുടെ കർമ്മഫലങ്ങളിൽ അവർ സംതൃപ്തരാവും. പരമാവധി പ്രവർത്തിച്ചതിന് എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട്, എൻ്റെ റബ്ബ് അത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷത്തല്ലാണ്ട് വേറെന്താ വകുപ്പുള്ളത്? ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതാവണം. അവിടെ നാളെ റബ്ബ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ തരുമ്പോൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആവലാതി പറയുന്നവരുടെ കൂട്ടത്തിൽ ആവാതിരിക്കാൻ നമുക്കൊക്കെയും അവസരമുണ്ട്. നമുക്കൊക്കെ അതിന് സാധിക്കും. സാധിക്കാത്ത ഒന്ന് റബ്ബിനോട് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് സാധിക്കുന്നത് മാത്രമേ അല്ലാഹു നമ്മളിൽ കൽപ്പന തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇത് നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ എനിക്ക് സംതൃപ്തമായ ഒരു നിലനിൽപ്പിന് ആധാരമായിരിക്കണം എന്ന ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള നിയ്യത്തോടുകൂടി നമ്മുടെ സുബഹി മുതൽ, നമ്മുടെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന സമയം മുതൽ നമ്മുടെ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെയുള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോടതിയിൽ വജൂഹു യൗമഇദിൻ നാഇമാ ലിസഈഹാ ആ ഗണത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തും. അല്ലാഹു അങ്ങനെ ആ തരത്തിൽ ഏറ്റവും സന്തോഷവാന്മാരായി അല്ലാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെയും ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംശയം ചോദിച്ച ഒരു കാര്യമാണ്, നമസ്കാരത്തിൽ ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമ് റുക്കൂഇലായിരിക്കെ വരുന്ന ആള് ആ റുക്കൂഇലേക്ക് നേരിട്ട് പ്രവേശിച്ചാൽ അവന് ആ റക്അത്ത് പരിപൂർണമായി കിട്ടുമോ എന്നുള്ള വളരെ പഴക്കമുള്ള, ഒരുപാട് കാലങ്ങളിൽ തന്നെ സലഫുകളുടെ കാലഘട്ടങ്ങളിൽ തന്നെ ചർച്ചയുള്ള ഒരു കാര്യമാണത്. ഇമാമ് റുക്കൂഇലായിരിക്കുമ്പോൾ കടന്നു വരുന്ന ആള് ആ റുക്കൂഇലേക്ക് നേരിട്ട് പ്രവേശിച്ചാൽ റുക്കൂഅ് കിട്ടിയാൽ റക്അത്ത് ലഭിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്നാൽ ആ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ റക്അത്ത് കിട്ടൂല എന്നതിലേക്കാണ്. കിട്ടുമെന്നതിലേക്കുള്ള അഭിപ്രായമുണ്ട്, അത് പറയാം. റുക്കൂഅ് കിട്ടിക്കഴിഞ്ഞാൽ റക്അത്ത് ലഭിക്കുക എന്നതിന് സാധ്യതയില്ല. അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരും മുഹദ്ദിസുകളും ഇമാം ബുഖാരി റഹ്മഹുല്ലാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നൊക്കെ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞത്, നമസ്കാരത്തിന്റെ
റുക്കിനിൽപ്പെട്ടതാണ് ഒന്ന് ഖിയാമ്, നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക എന്നത്, അത് റുക്കിനാണ്. രണ്ടാമത് അതിൽ പറഞ്ഞ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്അത്തിലും പാരായണം ചെയ്യണം എന്നതാണ്. 4 റക്അത്ത് നമസ്കാരമുള്ള ഒന്നിൽ 4 റക്അത്തിലും ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യണം. അതിന് വളരെ സ്വഹീഹായി കൊണ്ട് അവര് പറയുന്ന മനസ്സിലാക്കി തരുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളയും ഒക്കെ മുത്തഫഖുൻ അലൈഹി കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിൽ ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത ആൾക്ക് റക്അത്ത് കിട്ടൂല, നിസ്കാരം കിട്ടൂല എന്നാണ്. അപ്പോൾ റുക്കൂഇലേക്ക് പോകുന്ന ഒരാൾക്ക് ഫാത്തിഹ കിട്ടുന്നില്ല എന്നത് ഒരു കാരണം, അതുകൊണ്ട് ആ റക്അത്ത് കിട്ടൂല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമഅതുൽ ഇഖാം, നിങ്ങൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫംശു ഇലാ സ്വലാഹ്, നിങ്ങൾ ആ നമസ്കാരത്തിലേക്ക് വരണം. ആ നമസ്കാരത്തിലേക്ക് പിന്നെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ പാടില്ല. കാമത്ത് കേട്ട് കഴിഞ്ഞാൽ 2 വർത്താനം കൂടി പറയാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാമത്ത് അവിടെ കേട്ട് നിസ്കാരം എല്ലാവരും സ്വഫായി നിൽക്കുമ്പോഴും നമുക്ക് എന്തോ ഒരു അത്യാവശ്യമുള്ള ഒരു സംസാരം അവിടെ നിന്ന് അത് പാടില്ല. അപ്പൊ പിന്നെ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ വേഗം നമസ്കാരത്തിലേക്ക് വരണം. ആ വരണേനെ പറ്റി പറഞ്ഞു, വഅലൈക്കും ബിൽ സക്കീന. ആ വരവ് എങ്ങനെ ആയിരിക്കണം? വേഗം വരണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓടിച്ചാടിങ്ങാണ്ട് വരരുത് എന്നാണ്. വളരെ ശാന്തമായിക്കൊണ്ട് ഓടിയിട്ട് ഉണ്ടല്ലേ, നമ്മള് ഉപ്പായത്തിലുള്ള എന്തെങ്കിലും കൊഴിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇപ്പൊ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓടണമൊക്കെ നമ്മൾ കാണലുണ്ട് അല്ലേ, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്. അങ്ങനത്തെ ഓട്ടം പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഇത് വളരെ ഗൗരവമുള്ള ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അതുകൊണ്ട് വഅലൈക്കും ബിസ്സക്കീന, നിങ്ങൾ വളരെ ശാന്തരായിക്കൊണ്ടായിരിക്കണം വരണം. വൽ വഖാറ, ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരത്തിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ഗൗരവത്തോടു കൂടി ആയിരിക്കണം വരേണ്ടത്. വലാ തസ്രിഉ, നിങ്ങൾ ഓടരുത്, ധൃതിപ്പെട്ടും മണ്ടരുത്. അറബികൾ സ്രഹ് എന്ന് പറയില്ലേ, നമ്മൾ പറയും സൂറ, യല്ല സൂറ അറിയാം, സൂറല്ല സ്രഹ്. വലാ തസ്രിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരരുത്. പിന്നെ അപ്പൊ നിങ്ങൾ ആ വരുന്ന സമയത്ത് അദ്റക്തും ഫസല്ലു, അപ്പൊ എന്താണോ ഇമാമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. വമാ ഫാതക്കും ഫഉതിമു, എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുള്ളത് അത് നിങ്ങൾ പൂർണ്ണമാക്കുകയും ചെയ്യുക. അപ്പൊ റുക്കൂഇലാണ് ഇമാമെങ്കിൽ ആ റുക്കൂഇലേക്ക് നേരിട്ട് നമുക്ക് പ്രവേശിക്കാം. പക്ഷെ അവിടെ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഫാത്തിഹ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാമിലേക്ക് വന്നുകൊണ്ടുള്ള ഒരു ഫാത്തിഹ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഇമാം സലാം വെട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹയോടുകൂടി ഒരു റക്അത്തും കൂടി പരിപൂർണമാക്കുക. ഇത് ഒന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞു, അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞു, നിസ്കാരത്തിൽ ഞാൻ എന്താ എങ്ങനെയാണെന്ന്. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, നീ കഴിയുമെങ്കിൽ നിൽക്കണം എന്നതാണ്, അല്ലെങ്കിൽ ഇരിക്കണം, അല്ലെങ്കിൽ കിടക്കണം. ആ ഹദീസ് അങ്ങനെ വന്നു. ആ ഹദീസിനെ മുഹദ്ദിസുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ നിൽക്കുക എന്നത് റുക്നിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് റുക്കൂഇലേക്ക് പോകുന്ന ആൾക്ക് ഖിയാമ് കിട്ടുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് റക്അത്ത് കിട്ടൂല എന്ന് ആ ഹദീസിലും പറഞ്ഞു. ഇങ്ങനെ പല തരത്തിൽ ഈ ഹദീസിനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇനി റക്അത്ത് കിട്ടും എന്ന് പറയുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു വരികയാണ്, കവാടത്തിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹിയും നിസ്കരിക്കുന്ന ആളുകളും റുക്കൂഇലാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ കവാടത്തിന്റെ അവിടെ നിന്നിട്ട് തന്നെ റുക്കൂഇലേക്ക് പോയി, നേരെ റുക്കൂഇലേക്ക് പോയി, സൊഫിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിയോട് എന്നിട്ട് പറഞ്ഞു, നബി ഞാൻ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ റുക്കൂഇലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ റുക്കൂഇലായത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെ റുക്കൂഇ ചെയ്തുകൊണ്ട് കയറി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സാദക്കുമുല്ലാഹു ഹിർസൻ വലാ തഉദ്. അള്ളാഹു നന്മയിലേക്കുള്ള നിന്റെ ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലാ തഉദ്. ഈ വലാ തഉദ് എന്ന് പറയുന്ന പ്രയോഗമാണ്, അതൊരു ദ്വയാർത്ഥമുള്ള പ്രയോഗമാണ്. ഇതാണ് റക്അത്ത് കിട്ടുമെന്ന് പറയുന്നവരുടെയും തെളിവ്, കിട്ടൂല എന്ന് പറയുന്നവരുടെയും തെളിവ്. വലാ തഉദ്, ഇനി ആവർത്തിക്കരുത് കേട്ടോ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്നാണ് റക്അത്ത് കിട്ടൂല എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്നത്. ഇനി അങ്ങനെ ആവർത്തിക്കരുത്, അവിടെ നിന്ന് നിങ്ങാണ്ട് റുക്കൂഇൽ നിങ്ങാണ്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് സുഫിലേക്ക് പ്രവേശിക്കുന്ന ചെയ്യരുത് എന്നാണ് വലാ തഉദ്. എന്നാൽ വലാ തഉദ് ഇനി ആവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ റക്അത്ത് ഇനി ആവർത്തിച്ച് നിസ്കരിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായമെന്ന് ഒരു ചെറിയ പക്ഷം പറയുന്നുണ്ട്.
പക്ഷെ ആ പറയുന്നതിൽ ചില ന്യൂനതകളൊക്കെ മറ്റു ചില റിപ്പോർട്ടുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷ്മതക്ക് ഏറ്റവും മുന്തിയ തെളിവുള്ളത് റുക്കുഴിലാകുമ്പോൾ ആ റുക്കുഴിൽ പ്രവേശിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ഫാത്തിഹയോട് കൂടിയുള്ള ഒരു റക്അത്ത് വീണ്ടും നമസ്കരിക്കുക. അതാണ് ഏറ്റവും നല്ലത്, തെളിവിന് കൊള്ളുന്നത്. നമ്മുടെ നമസ്കാരം ശരിയാവാൻ 3 കാര്യങ്ങളൊന്ന്: ഫാത്തിഹ നമുക്ക് ലഭിക്കണം, 2 നമ്മൾ ധൃതിപ്പെട്ട് വരാതിരിക്കണം, സക്കീനത്ത് ഉണ്ടാവണം, വഖാറത്ത് ഉണ്ടാവണം. ഇതൊക്കെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ആ നിർദ്ദേശം കൂടി പാലിക്കുമ്പോൾ സാവകാശം വന്ന് ആ റുക്കൂയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു ആലം. നമ്മുടെ ഈ തരത്തിലുള്ള നമസ്കാരത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും സംശയങ്ങൾ വരികയും അത് അന്വേഷിക്കുകയും അത് തിരുത്തുകയും ചെയ്യുക എന്നത് നല്ല സ്വഭാവമാണ്. ഈമാന് ഭയഭക്തി ഉണ്ട് എന്നതിലേക്ക് നമുക്ക് സ്വയം നമുക്ക് തോന്നുന്ന ഒന്നാണ്. എൻ്റെ നമസ്കാരം എങ്ങനെയെങ്കിലും ആയാൽ പോരല്ലോ, നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ എനിക്കിത് നല്ലൊരു പ്രവർത്തനമായിട്ട് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അമലായിട്ട് എനിക്ക് ലഭിക്കണമെന്ന ആ ഒരു ആഗ്രഹവും അതനുസരിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് നിൽക്കുവാൻ നമുക്കത് ഏറ്റവും ആശ്വാസകരമായിരിക്കും, ആഹ്ലാദകരമായിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകൾ നാഥാ നീ പരലോകത്ത് ഞങ്ങളെ ശിക്ഷിക്കുന്നതിൽ എത്തിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ തൗബ സ്വീകരിച്ച് ആ പാപങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ആരാധനകൾ നാളെ മഹ്ശറിൽ നിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുഖങ്ങൾക്ക് സന്തോഷകരമുള്ളതാക്കി നീ ഞങ്ങൾക്കത് നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, സഹോദരിമാർ, അയൽവാസികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഒരുപാട് ആളുകൾ വിശ്വാസികളായി നിന്റെ ബർസഖിയായ ലോകത്തേക്ക് എത്തിയവർ, അല്ലാ, അവരുടെ ബർസഖിയായ ലോകം നീ സന്തോഷമുള്ളതാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. രോഗികളായി കൊണ്ട് ചികിത്സ തേടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ. അവരുടെ രോഗശമനത്തിന് ആ ചികിത്സ നീ പരിപൂർണമായിട്ടും അവർക്ക് നീ ഉപയോഗപ്പെടുത്തണേ തമ്പുരാനെ, ഉപകാരപ്പെടുത്തണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.